വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈന്തപ്പഴം ചെറുനാരങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പോവാം. ഈന്തപ്പഴം നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ വീത്തിൻ്റെ അതിൽ കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിൽ വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നമുക്ക് വാടി കിട്ടണം. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പിടി നാളികേരം വറുക്കാനായിട്ടിടാം. നമുക്ക് ബ്രൗൺ കളറിൽ അത് വറുത്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നന്നായി മിക്സാക്കി കൊടുക്കാം. ഈന്തപ്പഴം ഞാൻ കുരുവിലാണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇടാം. അതുപോലെ ചെറുനാരങ്ങ 2 ചെറുനാരങ്ങ എണ്ണയിൽ ആട്ടിയിട്ട് എണ്ണയിൽ അത് ഒന്ന് നെരിയതായിട്ട് ആവി കയറ്റിയിട്ട് അത് നുറുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിലേക്ക് ഉലുവയും കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. നന്നായി മിക്സാക്കി കൊടുക്കാം. നമ്മൾ എണ്ണയിൽ കുറച്ച് നാളികേരം വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വറുത്ത് കിട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. ചെറുനാരങ്ങ എണ്ണയിൽ ആവി കയറ്റിയതല്ല കേട്ടോ, ഞാൻ അത് തെറ്റി പറഞ്ഞതാ. അത് എണ്ണയിൽ വാട്ടിയെടുത്തിട്ടാണ് ഞാൻ ഇതിലിട്ടത്. അല്ലെങ്കിൽ നമുക്ക് നന്നായി കനിക്കില്ലേ, അത് കാരണം നന്നായിട്ട് എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിടാം. പിന്നെ നാളികേരം ഞാൻ വറുത്തരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയിൽ, അതിടണം. ഒരു പിടി നാളികേരം മതിയിട്ടോ, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് കാരണം നമ്മൾ കൂടുതൽ ഈന്തപ്പഴം നാരങ്ങ എടുക്കണമെങ്കിൽ കൂടുതൽ നാളികേരം നമുക്ക് ഇതിൽ ഇടേണ്ടി വരും. പിന്നെ അതിലേക്ക് ചുറുക്ക വീത്താം. നെരിയതായിട്ടൊന്ന് തിളച്ചോട്ടെ. നമുക്ക് അതിലത്തെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇടാം. നെരിയതായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഈന്തപ്പഴവും ചെറുനാരങ്ങ വെച്ചിട്ടുള്ള അച്ചാർ റെഡിയായി. ഈന്തപ്പഴവും ചെറുനാരങ്ങ വെച്ചിട്ടുള്ള അച്ചാർ റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.